ഹണി ഡ്രോപ്സ്. ഫാദർ ക്രിസ്റ്റി വട്ടക്കുഴി. നാലാം ഭാഗം. ദ കിങ് കോബ്ര. The very mention of a king cobra sends a shiver of fear. I noticed a mother snake coiled over her eggs. I could hear the eggs cracking. One by one, the little ones were coming out. I watched them only from a distance. When I was sure that all the eggs had hatched, I asked the mother snake, who was slithering away hurriedly from the place. Why are you running away, leaving your children behind? With tear-filled eyes came her reply. I have not eaten 4 days. In this terrible hunger, whatever I see, even if they are my own children, I would swallow them. Saying this, the cobra burst into tears, started by the sound of cry. I woke up. Was it a dream or a reality? Isn't it the real truth? Overcoming temptations often demands a very heavy price. The King Cobra. നാലാമത്തെ ചാപ്റ്റർ. Problems. Someone was sharing his joys and sorrows. He opened up about a problem that troubled him constantly, one that went on intruding into his mind time and again. It was disturbing his inner peace. Even sleep itself was failing him. I asked him to take the paperweight lying on the table and hold it close to his eyes. What do you see now? I asked. Only the paperweight, was the reply. Then I asked him to place the paperweight back on the table. What all do you see now? I asked again. His answer was the paperweight and everything else in the room. Yes, that is it. Never hold your problems too close to you.
Honey drops. 6. Chapter 6. Fruits and fruitfulness. Chapter 6. Fruits and fruitfulness. A mango tree full of green leaves, but there were no fruits on it. It continued to give us many other things. So that mango tree does not bear fruits. It provides shades, leaves that become manure, firewood, timber, and above all, life giving oxygen. Even when we are unable to give fruits, we can be fruitful. People who becomes of advanced age, illness, or inability may not give the fruits. Some expect their fruitfulness reaches innumerable people through their godness, holiness, and virtues. Next chapter 7. See tomorrow. ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ നിങ്ങൾക്കറിഞ്ഞുകൂടാ, എനിക്ക് അവിടുത്തെ അറിയാം. എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു, അവിടുന്നാണ് എന്നെ അയച്ചത്. നല്ല ചിന്തകൾ. വയോധികൻ്റെ അടുത്താണ് ബസ്സിൽ അവൾക്ക് സീറ്റ് കിട്ടിയത്. വലിയ ബാഗും മടിയിൽ വെച്ചാണ് അവളുടെ യാത്ര. ബസ് വളവ് തിരിഞ്ഞപ്പോൾ ബാഗ് വയോധികൻ്റെ ദേഹത്ത് തട്ടി. പ്രതികരിച്ചില്ലെങ്കിലും അയാൾക്ക് നന്നായി വേദനിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. താങ്കൾ എന്താണ് ഒന്നും പറയാതിരുന്നത് എന്നവൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത്രയും ചെറിയ കാര്യത്തിന് എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? കുറച്ചു ദൂരമല്ലേ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യൂ. ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും. ഒന്നും അധിക ദൂരമില്ല, ആർക്കും അധിക നേരവുമില്ല. ഉള്ള സമയം ഒപ്പമുള്ളവരുടെ കൂടെ ആഘോഷിക്കണം.
രണ്ട് തെറ്റിദ്ധാരണകളാണ് യാത്രകളുടെയും ബന്ധങ്ങളെയും വികലമാക്കുന്നത്. ആയുസ് അനന്തമാണെന്നും ഒരു യാത്രയും അവസാനിക്കില്ലെന്നുമുള്ള ചിന്തയാണ് ആദ്യത്തേത്. ചുറ്റുമുള്ളവരെല്ലാം അടർന്നു വീഴുന്നത് കണ്ടാലും താനെന്നും പുഷ്പിക്കുമെന്ന ചിന്തയുള്ളവർക്ക് അളവറ്റ അഹംഭാവവും ഒന്നും വിട്ടുകൊടുക്കാത്ത പിടിവാശിയുമാണ് സ്വന്തം. വിരിഞ്ഞതൊന്നും വീഴാതിരുന്നിട്ടില്ല, ഇനി വിരിയാനുള്ളവയും വീഴും. പൊഴിയും മുൻപ് എത്ര പേർക്ക് സുഗന്ധം പകരാനും എത്ര ജീവിതങ്ങളെ ആകർഷണീയമാക്കാനും കഴിഞ്ഞു എന്നതാണ് മുഖ്യം. കൂടെയുള്ളവരൊക്കെ എപ്പോഴും ഉണ്ടാകുമെന്നതാണ് അടുത്ത മിഥ്യധാരണ. എല്ലാവരും അവരുടേതായ യാത്രകളിലാണ്. എല്ലാവരും അവരുടേതായ യാത്രകളിലാണ്. ചിലപ്പോഴൊക്കെ പൊതുജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടുന്നുവെന്നും അപ്പോൾ കണ്ടുമുട്ടുന്നവരോടൊപ്പം അല്പനേരം ചെലവഴിക്കുന്നുവെന്നുമേയുള്ളൂ. ആർക്കാണ് എപ്പോഴും കൂടെ ഉണ്ടാകാൻ കഴിയുക? ഒന്നുചേരുന്ന അത്രയും നേരം മാത്രമാണ് പൊതുസംഗമം. അത് കഴിയുമ്പോൾ ഓരോരുത്തരും തങ്ങളുടേതായ ലോകത്തിലേക്ക് മടങ്ങും. ഒരു ചിന്ത. അയാൾക്ക് ഭാര്യയെയും മക്കളെയും സ്നേഹമായിരുന്നു. എന്നാൽ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് മദ്യപിച്ച് അല്പം പോലും ബോധമില്ലാതെയാണ് വീട്ടിലെത്തിയിരുന്നത്. ഭാര്യ സ്നേഹപൂർവ്വം ഭക്ഷണം എടുക്കുവാൻ തുടങ്ങിയാലും അയാൾ ദേഷ്യപ്പെടുമായിരുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളും മേശയും എല്ലാം മറിച്ചിട്ട് പോയി കിടന്നുറങ്ങും. ഒരു ദിവസം രാത്രി അയാൾ വീട്ടിലെത്തിയപ്പോൾ അയാളുടെ മുഖത്തുകൂടെ രക്തമൊഴുകുന്നു. ഭാര്യ അതെല്ലാം സ്നേഹപൂർവ്വം തുടച്ച് മുറിവ് വെച്ച് കെട്ടി. പ്രഭാതത്തിൽ അയാൾക്ക് ബോധം വന്നപ്പോൾ കണ്ണാടിയിലൂടെ തൻ്റെ മുറിവുകൾ നോക്കി. അപ്പോൾ ഭാര്യ അവിടെ വന്നു. അവൾ ആ മുറിവുകൾ പരിശോധിക്കുമ്പോൾ അവളുടെ കയ്യിലെ വളരെ വഴക്കമുള്ള നീണ്ട ഒരു മുറിവിൻ്റെ പാട് അയാൾ കണ്ടു. ഭാര്യയോട് ചോദിച്ചു, ഈ മുറിവ് എങ്ങനെ സംഭവിച്ചതാണ്? അവൾ മൗനമായി നിന്നു. അയാൾ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, ഒരു രാത്രി ബോധമില്ലാതെ വീട്ടിലുണ്ടായിരുന്ന പല സാധനങ്ങളും നിങ്ങൾ എടുത്തെറിഞ്ഞു. അക്കൂട്ടത്തിൽ എറിഞ്ഞ ഒരു കത്തി എൻ്റെ ഈ കയ്യിലാണ് കൊണ്ടത്. വളരെ രക്തം വാർന്നുപോയി. ദീർഘനാളുകൾ കൊണ്ടാണ് അത് സുഖമായത്. അതിൻ്റെ പാടാണ് ഇത്. അവൾ തുടർന്നു, ഈ കയ്യിലെ മുറിവിനേക്കാൾ എത്ര ആഴത്തിലുള്ള മുറിവാണ് എൻ്റെ ഹൃദയത്തിലുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? അയാൾ കരഞ്ഞു. അതുവരെ അയാൾ അവളുടെ ശരീരത്തിലെയോ ഹൃദയത്തിലെയോ മുറിവിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അന്ന് ആദ്യമായി ഭാര്യയുടെ വേദനകൾ മനസ്സിലാക്കിയ ആ മദ്യപാനം അവസാനിപ്പിച്ചു. മദ്യപാന്മാരെ മാനസാന്തരപ്പെടുത്തുവാൻ പല സ്ത്രീകളും ശ്രമിക്കാറുണ്ട്. ചിലർ മദ്യപിച്ച് രാത്രി ബോധമില്ലാതെ വരുന്ന ഭർത്താക്കന്മാരെ വീട്ടിൽ കയറ്റില്ല. ചിലർ വഴക്ക് പറയും. പലവിധത്തിൽ എതിർക്കുന്നവരാണ് പലരും. എന്നാൽ അമ്മാതിരി പ്രവൃത്തികൾ കൊണ്ട് ഒരാൾ പോലും രൂപാന്തരപ്പെടില്ല. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തുവാൻ സ്നേഹപൂർവമായ ഇടപെടലുകൾ അല്ലാതെ മറ്റു യാതൊന്നിനും കഴിവില്ല. പക്ഷേ ബോധവും വകതിരിവുമില്ലാതെ എന്തും എടുത്തെറിയുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവരെ എങ്ങനെയാണ് സ്നേഹിക്കുക? ആർക്കാണ് അപ്പോൾ ദേഷ്യം വരാതിരിക്കുക? അതുകൊണ്ട് പാവം സ്ത്രീകളും മദ്യപാന്മാരോട് ദേഷ്യപ്പെടുകയും കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. മാത്രമല്ല പലരും അവരെ വെറുക്കുകയും ചെയ്യും. ഫലമോ അവരിൽ ഒരിക്കലും രൂപാന്തരം സംഭവിക്കില്ല. എന്നാൽ ഭാര്യമാർ സ്നേഹപൂർവ്വം ഇടപെട്ടതിൻ്റെ ഫലമായി പല ഭർത്താക്കന്മാർ രൂപാന്തരപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. സ്നേഹം മാത്രമാണ് രൂപാന്തര ശക്തി. ഒരു ചിന്ത. ഒരിക്കൽ വളരെ ദരിദ്രനായ ഒരു മനുഷ്യൻ ഒരു ഗ്രാമത്തിലൂടെ നടക്കുകയായിരുന്നു. അവന് വിശപ്പ് പരിഹരിക്കുവാൻ അവൻ്റെ പോക്കറ്റിൽ ഒരു കഷ്ണം ഉണങ്ങിയ റൊട്ടി അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ റൊട്ടി ആവട്ടെ ആ അവസ്ഥയിൽ തിന്നുവാൻ കഴിയുകയുമില്ല. അവൻ അങ്ങനെ നടക്കുമ്പോൾ ഒരു ഭക്ഷണശാലയിൽ നിന്ന് നല്ല ഭക്ഷണങ്ങളുടെ സുഗന്ധം വരാൻ ഇടയായി. അവൻ അവിടേക്ക് ചെന്ന് ആ സുഗന്ധത്തോടൊപ്പം തൻ്റെ ഉണക്കറൊട്ടി ഭക്ഷിക്കാൻ അടുക്കളയുടെ സമീപം ഇരുന്നു. അപ്പോൾ ആ റെസ്റ്റോറൻ്റ് ഉടമ അയാളെ കാണുകയും തൻ്റെ അടുക്കളയിലെ
ഭക്ഷണ സാധനങ്ങളുടെ സുഗന്ധം അനുഭവിച്ചതിന് പണം ആവശ്യപ്പെടുകയും ചെയ്തു. അയാളുടെ കയ്യിൽ പണമില്ലാത്തതിനാൽ റെസ്റ്റോറൻ്റ് ഉടമ അയാളെ ഗ്രാമമുഖ്യൻ്റെ അരികിൽ കൊണ്ടുപോയി. എല്ലാം കേട്ട് ഗ്രാമമുഖ്യൻ കുറച്ച് നാണയങ്ങൾ ഒരു പാത്രത്തിലിട്ട് അയാളുടെ ചെവിക്കരിയിൽ കൊണ്ടുവന്ന് കിലുക്കി. എന്നിട്ട് റെസ്റ്റോറൻ്റ് ഉടമയോട് ചോദിച്ചു, ഈ നാണയങ്ങളുടെ കിലുക്കം നിങ്ങൾ കേട്ടുവോ? റെസ്റ്റോറൻ്റ് ഉടമ തല കുലുക്കി. ഗ്രാമമുഖ്യൻ പറഞ്ഞു, എന്നാൽ ഇനി തനിക്ക് മടങ്ങിപ്പോകാം. അപ്പോൾ ഉടമ ചോദിച്ചു, എനിക്ക് എങ്ങനെയാണ് പണം ലഭിക്കുക? മുഖ്യൻ പറഞ്ഞു, നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ സുഗന്ധം ആസ്വദിച്ചതിന് പ്രതിഫലമായി ഈ നാണയങ്ങളുടെ കിലുക്കം മതിയാകും. ആ റെസ്റ്റോറൻ്റ് ഉടമ ലജ്ജിതനായി തല താഴ്ത്തി. എന്നാൽ ഗ്രാമവാസികൾ ആ ദരിദ്രന് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും ചെയ്തു. എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് മാത്രം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അനേകം ധനികർ ഉണ്ട്. പണസമ്പാദനത്തിന് വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കുന്നതിന് അവർക്ക് പ്രയാസമില്ല. തൻ്റെ ഭക്ഷണത്തിൻ്റെ സുഗന്ധം കൊണ്ട് ഒരു ഉണക്കറൊട്ടി കഷ്ണം തിന്നുവാൻ ശ്രമിച്ചവനോട് അതിനും പണം വാങ്ങുക എന്നത് എത്ര നീചമായ ഒരു കാര്യമാണ്. എന്തിനാണ് അവർക്ക് പണം? മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യത്തിന് ഒരു കോടതിയെ സമീപിച്ചാൽ അനുകൂലമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് എങ്ങനെയാണ് അവർക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുന്നത്? തങ്ങളുടെ അത്യാഗ്രഹം എത്രമാത്രം അവരെ കുരുടരാക്കി എന്നതിൻ്റെ പ്രകടനമാണിത്. പണം എന്നല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ കഴിയാതെ വണ്ണം അവർ അന്ധരായി തീർന്നു. ആ ദരിദ്രൻ്റെ അവസ്ഥയേക്കാൾ എത്ര ശോചനീയമാണ് ആ ധനികൻ്റെ അവസ്ഥ. മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യനായി തീരുക എന്നതിനേക്കാൾ മനുഷ്യ ജീവിതത്തിൽ ഹീനമായ അവസ്ഥ മറ്റെന്തുണ്ട്? ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുക എന്നതാണ് ഈ ജീവിതത്തിൽ നമുക്ക് സാധിക്കുവാനുള്ള പരമപ്രധാനമായ കാര്യം. അതിസമ്പന്നനായ ഒരു പിശുക്കൻ ഉണ്ടായിരുന്നു. അയാൾ ജീവിതകാലം മുഴുവൻ പണം സമ്പാദിച്ചു. എന്നാൽ അത് സ്വന്തം സന്തോഷത്തിനു വേണ്ടിയോ കുടുംബത്തിനു വേണ്ടിയോ സമൂഹത്തിനു വേണ്ടിയോ ചെലവഴിച്ചില്ല. അയാളുടെ ഒരേ ഒരു ലക്ഷ്യം കൂടുതൽ പണം സമ്പാദിക്കുക എന്നത് മാത്രമായി. വർഷങ്ങൾ കടന്നുപോയി. അയാൾ വൃദ്ധനായി. അപ്പോഴാണ് ആദ്യമായി അയാൾ ചിന്തിച്ചത്, താൻ സമ്പാദിച്ചു കൂട്ടിയ ഈ പണമൊക്കെ ഇനി എന്തു ചെയ്യും? ജീവിതത്തിൽ ആദ്യമായി ആ തിരിച്ചറിവ് അയാൾക്കുണ്ടായി. പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. അയാളുടെ അവസാന സമയമെത്തി. യമദൂതന്മാർ അയാളെ കൊണ്ടുപോകാനായി വന്നു. അയാൾ ഇപ്രകാരം അപേക്ഷിച്ചു, എനിക്ക് ഒരു ദിവസത്തെ സമയം കൂടി തരൂ, പകരം എൻ്റെ സമ്പത്തിന്റെ പകുതി ഞാൻ തന്നേക്കാം. പക്ഷേ യമദൂതന്മാർ സമ്മതിച്ചില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം എടുത്തോളൂ എന്നായി അവർ. തകർന്നു പോയ ആ മനുഷ്യൻ ഒരു കടലാസിൽ ഇപ്രകാരം എഴുതി, ഞാൻ ജീവിതകാലം മുഴുവൻ ധാരാളം പണം സമ്പാദിച്ചു. എന്നാൽ എൻ്റെ സമ്പത്തൊക്കെ നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും ഒരു ദിവസത്തെ ജീവിതം പോലും എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല. ഓർത്തുവെക്കാം, പണം സമ്പാദിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ സ്വയം ജീവിക്കാൻ മറന്നുകൊണ്ട് സമ്പാദിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും આവശ്યമെങ്കിൽ സമൂഹത്തിന് एक पिलाड़ी जाड़ी तेने पेरी साड़ी साड़ी पेरी फरवा गई तड़ाव देखी तरवा